ജീവിതത്തിൽ സമ്പാദിക്കാൻ മറന്നവരോട് ലോകത്തിലെ സക്സസ്ഫുൾ ഇൻവെസ്റ്റേഴ്സിൽ ഒരാളായ വാറൻ ബഫറ്റിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ സേവിങ്സ് രഹസ്യങ്ങളെ കുറിച്ചാണ്. 11ാമത്തെ വയസ്സിലാണ് ബഫറ്റ് സമ്പാദ്യം തുടങ്ങിയതെങ്കിലും 50 വയസ്സ് കഴിഞ്ഞാണ് ശരിക്കും നിക്ഷേപം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് സേവിങ്സ് ഒന്നും ഇല്ലെന്ന് പറയുന്നവരോട് ഇനിയും വൈകിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നതും. ആദ്യം ചെയ്യേണ്ടത് വരുമാനത്തിൽ നിന്ന് സേവ് ചെയ്യുകയാണ്. ബഫറ്റ് പറയുന്നത് ചെലവുകൾ കഴിഞ്ഞുള്ള സേവിങ്സ് അല്ല, ആദ്യം തന്നെ ഒരു ഭാഗം മാറ്റിവെക്കുക. ചെറിയ തുകയായാലും സ്ഥിരമായി സേവ് ചെയ്താൽ അത് കാലക്രമത്തിൽ വലുതാകും. രണ്ടാമത്തേത് നിക്ഷേപമാണ്. പെട്ടെന്ന് ലാഭം തരുന്ന കാര്യങ്ങൾ തേടി പോകാതെ നല്ല പേരുള്ള സ്ഥിരമായ ലാഭം തരുന്ന വിശ്വസനീയമായ മാനേജ്മെന്റുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുക. അടുത്തത് ധൈര്യമാണ്. വിപണി ദിവസേന മാറും. അതിൽ വിറച്ച് തീരുമാനമെടുക്കാതെ വർഷങ്ങളോളം കാത്തുനിന്ന് നിക്ഷേപം വളരാൻ അനുവദിക്കുക. റിസ്ക് കുറയ്ക്കുക. എമർജൻസി സിറ്റുവേഷനിലേക്ക് ക്യാഷ് കൈവശം വെക്കുക. അനാവശ്യമായ അപകടകരമായ നിക്ഷേപങ്ങളിലേക്ക് പോകരുത്. പുതുതായി തുടങ്ങുന്നവർക്ക് കുറഞ്ഞ ചെലവുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ നല്ലതാണ്. പിന്നെ സുരക്ഷാ മാർജിനാണ്. ഒരു ഓഹരി അതിന്റെ യഥാർത്ഥ വിലയിൽ നിന്ന് കുറച്ചു വാങ്ങുക. അങ്ങനെ ചെയ്യുമ്പോൾ വിപണിയിൽ പിഴവോ പ്രശ്നമോ വന്നാലും നഷ്ടം കുറയ്ക്കാം. വാറൻ ബഫറ്റിനെ പോലെ നിക്ഷേപിക്കാൻ ഏറ്റവും ലളിതമായ മാർഗം അദ്ദേഹത്തിന്റെ കമ്പനി ബർക്ക്ഷയർ ഹാഥവേയുടെ ഓഹരി വാങ്ങുകയാണ്. ഈ ഓഹരി വഴി ആപ്പിൾ, അമേരിക്കൻ എക്സ്പ്രസ് തുടങ്ങിയ പ്രമുഖ കമ്പനികളിലും വ്യത്യസ്ത വ്യവസായ മേഖലകളിലും വ്യാപക നിക്ഷേപം സാധ്യമാണ്. ഇതിലൂടെ ഒരേ സമയം പല വലിയ കമ്പനികളിലേക്കും നിക്ഷേപം പോകും. പക്ഷേ ബഫറ്റിന്റെ പ്രായം കൂടിയതിനാൽ അദ്ദേഹത്തിന് പകരം വരാനുള്ള സിഇഒയും ഭാവി നേതൃത്വവും സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സ്ഥിരമായി സേവ് ചെയ്യുക, വിവേകത്തോടെ നിക്ഷേപിക്കുക, ദീർഘകാലം കാത്തിരിക്കുക. ഇതാണ് ബഫറ്റിന്റെ സമ്പാദ്യ രഹസ്യം.